Good morning, students. BISലെ നാലാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ERP സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ്. ERP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നാണ്. നമ്മളെ കമ്പനിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരൊറ്റ സോഫ്റ്റ്വെയർ വെച്ചിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ERP എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ കമ്പനിയിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഒന്നുകൂടി ഒന്ന് ഓർമ്മാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. നമ്മുടെ കമ്പനിയിൽ ഫിനാൻസ് ഉണ്ടാവും, HR ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിനെല്ലാം ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പരസ്പരം ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക. ആ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ലീഡിങ് ERP വെൻഡേഴ്സ് ഉണ്ട്. ERP സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 5 കമ്പനികളുണ്ട്. ആ 5 കമ്പനികളെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കമ്പനിയാണ് സാപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, സാപ്പ് എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. സാപ്പ് എന്ന് പറഞ്ഞാൽ സാപ്പ് AG എന്നുള്ള കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാപ്പിൻ്റെ ഫുൾ ഫോം എന്താണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. ഈ സാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് IBM എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്. ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നാണ് IBMൻ്റെ ഫുൾ ഫോം. അതായത് ആദ്യ കാലഘട്ടം ഈ 1960-70 കാലഘട്ടങ്ങളിൽ ലോകത്തിൽ അറിയപ്പെടുന്ന നമ്പർ 1 സോഫ്റ്റ്വെയർ മേക്കേഴ്സാണ് സത്യത്തിൽ IBM. ഈ IBMലെ ജോലിക്കാരായിരുന്നു പിൻകാലത്ത് ലോകത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ കമ്പനികളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ വില്യം H. ഗേറ്റ് എന്ന് പറയുന്ന ബിൽ ഗേറ്റ്സ് IBMലെ ഒരു എംപ്ലോയി ആയിരുന്നു ആദ്യകാലങ്ങളിൽ. അപ്പോൾ ഈ IBMലെ 5 എംപ്ലോയീസ് ചേർന്നിട്ട് 1972 ജർമ്മനിയിൽ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ERP, ആദ്യത്തെ ERP സാപ്പ് പ്രൊഡ്യൂസ് ചെയ്തു. അന്ന് സാപ്പ് R2 എന്നുള്ള രീതിയിലാണ് അവർ ഫോം ചെയ്തത്. പിന്നെ അതിൻ്റെ ഇവർ മേജറായിട്ട് കമ്പനിയിൽ 2-3 ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതിൽ ഇവർ മേജറായിട്ട് 1999 ഏറ്റവും കൂടുതൽ ലോകത്തിൽ അറിയപ്പെടുന്ന ലാർജസ്റ്റ് 1999 became the third largest software vendors in the world. ലോകത്തിലുള്ള സോഫ്റ്റ്വെയർ കച്ചവടക്കാരിലെ 3-ാം സ്ഥാനക്കാരാവുകയും ചെയ്തു. ERP പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ നമ്പർ 1 ആവുകയും ചെയ്തു സാപ്പ് AG. സാപ്പിന് ഏറ്റവും കൂടുതൽ അവരെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു മാക്സിമം പെർസെൻറ്റേജ് അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ചിലവാക്കിയത്. പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ അപ്ഡേഷൻ ഉണ്ടാക്കാം, കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. സാപ്പ് 1999 ഇത്ര ഫേമസ് ആകാൻ കാരണം സാപ്പ് AG എക്സ്റ്റെൻഡഡ് ദ ERP ഫംഗ്ഷൻ ബൈ ആഡിങ് CRM, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, SCM, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ ആൻഡ് ഡാറ്റ വെയർഹൗസ് മോഡ്യൂൾസ്. SAP has also invested significantly in its R&D sector with the result of a new versions of R/3. സാപ്പിൻ്റെ ഒരുപാട് വെർഷൻസ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. പ്ലസ് ഇൻ്റർനെറ്റ് ഫങ്ഷനാലിറ്റിയും കൂടി അതിന് ആഡ് ചെയ്യുന്ന രീതിയിൽ സാപ്പ് വളർന്നു. ഈ സാപ്പ് ലോകത്തിലുള്ള ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. അങ്ങനെ ലോകത്തിലുള്ള ERPയിലെ നമ്പർ 1 ആയ സ്ട്രോങ്ങസ്റ്റ് ERP വെൻഡറാണ് സാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ഇൻഡസ്ട്രി ഫോക്കസ്ഡ് സൊല്യൂഷൻ ആൻഡ് ലോങ് ടേം വിഷൻ. അവർ ആ ഒരു കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അവർ ERP വെൻഡേഴ്സിൽ ഏറ്റവും ടോപ്പ് റേറ്റിൽ നിന്നത്. അതാണ് ഫസ്റ്റത്തെ സാപ്പ് AG എന്നുള്ള സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് രണ്ടാമത്തെ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാം. അതാണ് ഒറാക്കിൾ ആപ്ലിക്കേഷൻ. ഒറാക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ വെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റാണ്. എന്നാൽ മൈക്രോസോഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള ലോകത്തിലുള്ള രണ്ടാമത്തെ ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഒറാക്കിൾ ഇൻകോർപ്പറേഷൻ എന്നാണ് കമ്പനിയുടെ പേര്. Oracle founded in 1977 in USA. The best known is database software and related application ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിനാണ് അറിയപ്പെടുന്നത്. ആൻഡ്
the second largest software company in this world after Microsoft. മൈക്രോസോഫ്റ്റിന് ശേഷമുള്ള ലോകത്തിലെ രണ്ടാമത്തെ കമ്പനിയാണത്. ലാർജസ്റ്റ് കമ്പനിയാണ് ഒറാക്കിൾ. Oracle Incorporation software application shared the worth with its database in 1987. Oracle in the second SAP enterprise system categories. SAP കാറ്റഗറിയിലെ രണ്ടാമത്തെ നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഒറാക്കിൾ. ഒറാക്കിൾ ERP system is known as Oracle application. ഒറാക്കിളിൻ്റെ ERPനെ അറിയപ്പെടുന്നത് ഒറാക്കിൾ അപ്ലിക്കേഷൻ എന്ന പേരിലാണ്. മോർ ദാൻ 50 ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആൻഡ് 6 മേജർ കാറ്റഗറീസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മോഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ ഉപയോഗിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ട് നമ്മളെ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ ഈ ERP എന്നുള്ള സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ ആണെങ്കിൽ കൂടെയും പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് ഓരോ മൊഡ്യൂളായിരിക്കും ഉണ്ടാവുക. ആ മൊഡ്യൂളാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുക. പക്ഷേ ഓവറോൾ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും ചെയ്യും. അതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഒറാക്കിൾ ഫോക്കസ് ചെയ്യുന്ന മേജറായിട്ടുള്ള 6 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫിനാൻസാണ്, അക്കൗണ്ട്സ് പേയബിൾ, ഹ്യൂമൻ റിസോഴ്സ്, മാനുഫാക്ചറിങ്, സപ്ലൈ ചെയിൻ, പ്രൊജക്റ്റ് ആൻഡ് ഫ്രണ്ട് ഓഫീസ്. ഇതാണ് ഒറാക്കിളിൽ മെയിനായിട്ട് മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് പുറമെ ഓൾമോസ്റ്റ് 50 മൊഡ്യൂൾസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, വർക്ക് ഫോഴ്സ്, DBMA, അങ്ങനെ ഒരുപാട് ടൂൾസ്, പുതിയ കാര്യങ്ങളൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഒറാക്കിൾ ഹാസ് ഇൻ്റഗ്രേറ്റഡ് ഇറ്റ്സ് ERP സൊല്യൂഷൻ വിത്ത് ദ ഇൻ്റർനെറ്റ് ആൻഡ് ഇറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ ആപ്ലിക്കേഷൻ ഇൻ ദി ഇ-കൊമേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് ബേസ്ഡ് കൊമേഴ്സ് ഏരിയാസ്. ഇൻ്റർനെറ്റ് ബേസ്ഡ് കൊമേഴ്സ് ഏരിയയിൽ ഇ-കൊമേഴ്സിൽ ഇൻ്റർനെറ്റ് ഇതിൽ ഈ ERPയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതോട് കൂടിയിട്ട് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിലൊക്കെ ഒറാക്കിൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. നെക്സ്റ്റ് സോഫ്റ്റ്വെയറാണ് PeopleSoft. ഒരു പുതിയ കമ്പനിയാണ്. 1987 കാലിഫോർണിയയിലാണ് PeopleSoft ക്രിയേറ്റ് ചെയ്തത്. ഇവർ മേജറായിട്ട് 2 മെയിൻ ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, രണ്ടാമത്തെ ഫൈനാൻഷ്യൽ സർവീസ് മൊഡ്യൂൾസ്. ഈ 2 മൊഡ്യൂൾസാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ആദ്യകാലങ്ങളിൽ. പിന്നീട് അവർ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാനുഫാക്ചറിങ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, ഫൈനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, സപ്ലൈ ചെയിൻ, അതെല്ലാം അതിൽ ഡീറ്റെയിൽഡായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഈ മൊഡ്യൂൾസ് എല്ലാം. പിന്നെ SAP AG ആൻഡ് ഒറാക്കിളാണ് ഇവരെ മെയിൻ കോമ്പറ്റീറ്ററായിട്ട് അറിയപ്പെടുന്നത്. അതാണ് PeopleSoft. മൂന്നാമത്തെ സോഫ്റ്റ്വെയർ വെൻഡറാണ്, ERP വെൻഡറാണ് PeopleSoft. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് SAP AG, രണ്ടാമത്തത് ഒറാക്കിൾ, മൂന്നാമത്തത് PeopleSoft. നാലാമത്തത് ബാൻ ERP. ബാൻ ERP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെതർലാൻഡിൽ 1978 ഈ സോഫ്റ്റ്വെയർ വെൻഡർ ആദ്യമായിട്ട് ERP പ്രൊഡ്യൂസ് ചെയ്തത്. ഇവരെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൻ ബിലീവ്സ് ദാറ്റ് ഇൻ്റർനെറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് എനേബിളർ ആൻഡ് ദ ഇൻ്റർനെറ്റ് ടെക്നോളജി ഹെൽപ്പ് ദ കമ്പനീസ് ബിക്കം ഓർഡർ ഡ്രൈവൺ ആൻഡ് കസ്റ്റമർ ഫോക്കസ്ഡ് ബൈ എനേബിളിംഗ് ദ collaboration across the value chain. Supplier, distributor, manufacturer and the customers can work together, deliver the right product at the right place. ബാൻ എന്നുള്ള കമ്പനി വിശ്വസിച്ചിരുന്നത് ഇൻ്റർനെറ്റ് വഴി മാത്രമാണ്. ഇൻ്റർനെറ്റ് ഈ ERPയിൽ കൊണ്ടുവന്നാൽ, ERPയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അതിൽ എല്ലാ A to Z ആൾക്കാരും ആരൊക്കെയാണോ അതിൽ ആ ഒരു സപ്ലൈ ചെയിനിലുള്ളത്, കസ്റ്റമേഴ്സ് ഉണ്ട്, അതേമാതിരി വെൻഡേഴ്സ് ഉണ്ട്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരൊറ്റ ചെയിനിൽ ഗണ്ണിപ്പിച്ചിട്ട് കറക്റ്റ് സമയത്ത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ പ്രൊഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതാണ് ബാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇവർ ഇൻ്റർനെറ്റാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ബാൻ ERP സോഫ്റ്റ്വെയർ ദ ബെസ്റ്റ് നോൺ ഇൻ ദ എയ്റോസ്പേസിൽ, ഓട്ടോമോട്ടീവ്, ഡിഫൻസ് ആൻഡ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയിലൊക്കെ, ഈ 4 ഇൻഡസ്ട്രിയിലൊക്കെയാണ് ബാനെ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ERP പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന 5ാമത്തെ സോഫ്റ്റ്വെയർ വെൻഡറാണ് OneWorld. ERP product is called OneWorld, is developed by J.D. Edward, which was founded in 1977. OneWorld is capable of running multiple platforms with multiple database and revolutionized enterprise software by liberating users from inflexible static technologies. The product includes modules, finance, manufacturing, distribution and logistics,
ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്, ഡാറ്റ വെയർഹൗസ്, കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. അതായത് വൺ വേൾഡിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ അതിൽ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം, ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോം ഒരേ സമയം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ മൾട്ടിപ്പിൾ ഡാറ്റാ ബേസും യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മൾട്ടിപ്പിൾ സിസ്റ്റം, അതായത് മൾട്ടി യൂസർ സിസ്റ്റം കൊണ്ടുവന്നിട്ടാണ് വൺ വേൾഡ് ERPയിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ടുള്ള 5 ERP വെൻഡേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ERPൻ്റെ മൊഡ്യൂൾസാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് അവരെ ERP വ്യത്യസ്തമാണ്. അവർ ഓരോരുത്തരും ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ERP എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ചിട്ടുള്ള മൊഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ മൊഡ്യൂൾസ് അനുസരിച്ചാണ് അവർ വർക്ക് ചെയ്യുക. പ്ലസ് അതോടൊപ്പം തന്നെ ERP കൊണ്ട് എൻ്റയർ ഓർഗനൈസേഷനിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മേജറായിട്ടുള്ള ഈ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ERPയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മേജറായിട്ടുള്ള മൊഡ്യൂൾസാണ് പറയുന്നത്. മാനുഫാക്ചറിങ് മൊഡ്യൂൾസ്, പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾസ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് മൊഡ്യൂൾസ്, പർച്ചേസ് മൊഡ്യൂൾസ്, ഇൻവെൻട്രി മൊഡ്യൂൾസ്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂൾ, മാർക്കറ്റിംഗ് ആൻഡ് CRM മൊഡ്യൂൾ, HRM മൊഡ്യൂൾ ആൻഡ് ഫൈനാൻഷ്യൽ മൊഡ്യൂൾ. ഇതാണ് ഇന്നത്തെ മേജറായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ERP മൊഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എന്തൊക്കെയാണ് മൊഡ്യൂളിൽ വരുന്നത്, ആ പേര് തന്നെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാൻ പോണേ എന്തൊക്കെയാണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്നതെന്നുള്ളത്. ഫസ്റ്റത്താണ് മാനുഫാക്ചറിങ് മൊഡ്യൂൾ. മാനുഫാക്ചറിങ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. മാനുഫാക്ചറിങ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ഫംഗ്ഷന് ERPയിൽ വളരെ സിമ്പിളായിട്ടും കറക്റ്റ് ടൈമിൽ കറക്റ്റ് രീതിയിലുള്ള പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് മാനുഫാക്ചറിങ് മൊഡ്യൂളിൽ ഉണ്ടാവുക. അതായത് ഈ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലയറേയും ഡിസ്ട്രിബ്യൂട്ടറേയും ഇടയിൽ നിൽക്കുന്ന ആളാണിത് സത്യത്തിൽ മാനുഫാക്ചർ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് സപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആരാണോ എൻഡ് യൂസർ അവരെ ഒരു ഇടയിൽ നിൽക്കുന്ന കസ്റ്റമറോ അല്ലെങ്കിൽ കസ്റ്റമറായി ഒന്ന് കൺസിഡർ ചെയ്യാം, മറ്റേത് സപ്ലയറും കസ്റ്റമറും ഇടയിൽ നിൽക്കുന്ന ഒരാളാണെന്ത് മാനുഫാക്ചറിങ് മൊഡ്യൂൾ. അപ്പോൾ രണ്ട് പേരുടെയും കറക്റ്റ് ഓർഡറും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഡിലേ ഒന്നും ഇല്ലാതെ കറക്റ്റ് സമയത്ത് സാധനങ്ങളും കാര്യങ്ങളും കിട്ടാനും കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് മാനുഫാക്ചറിങ് മൊഡ്യൂൾ. രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂൾ. ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുക. ഈ ഒരു സോഫ്റ്റ്വെയർ, ഈ ഒരു ERP നമ്മൾ മെയിൻ ചെയ്യുന്നത് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഇല്ലാതെ കറക്റ്റ് സ്റ്റോക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാനും. അങ്ങനെ ഓവർ സ്റ്റോക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കോസ്റ്റ് കൂടും, അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്കിംഗ് ആയി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്, നമുക്ക് പ്രൊഡക്ഷൻ മര്യാദക്ക് നടക്കില്ല. അപ്പോൾ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷനോട് കൂടിയിട്ട്, അതായത് ഇൻറ്ററപ്റ്റ് ചെയ്യാതെ പ്രൊഡക്ഷൻ മര്യാദക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഇൻവെൻട്രി നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ മൊഡ്യൂളാണ് ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂൾ. നെക്സ്റ്റ് പർച്ചേസ് മൊഡ്യൂൾ. പർച്ചേസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്ലയേഴ്സാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കമ്പനി, ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരെ പർച്ചേസ് മൊഡ്യൂൾ മെയിനായിട്ട് നോക്കുക, അവർക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ്. അപ്പോൾ നമുക്കറിയാം പർച്ചേസിങ്ങിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടി പറയാം, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പരസ്യം ചെയ്യും. അതിന് ഒരുപാട് കൊട്ടേഷൻസ് കിട്ടും. ആ കൊട്ടേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യും. അതിൽ നിന്ന് ബെസ്റ്റും നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതും എന്നാൽ കോസ്റ്റും എല്ലാം കൊണ്ടും നമ്മൾ നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയൽസ് ആരാണോ പ്രൊവൈഡ് ചെയ്യണത് അയാൾ നമ്മൾ സെലക്ട് ചെയ്യും. ആ ഒരു മെത്തേഡ് സിസ്റ്റം വഴി ചെയ്യുക. അതാണ് സത്യത്തിൽ എന്ത് പർച്ചേസ് മൊഡ്യൂൾ. ഇതിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും എല്ലാം ഇതിൽ ഉൾക്കൊള്ളും. നെക്സ്റ്റ് മൊഡ്യൂളാണ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂൾ. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ കമ്പനിയിൽ, ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനിലെ ശരിക്കും ലൈഫ് ബ്ലഡ് ആണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ. റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരൊറ്റ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസാണ്. സെയിൽസ് ഇല്ലെങ്കിൽ മറ്റേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസ് ഉണ്ടായാൽ മാത്രമാണ് അവിടെയാണ് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവർക്ക് വരുമാനം ഉണ്ടാകുന്നത്. സെയിൽസ് ഇല്ലെങ്കിൽ എൻ്റെ ആ ഓർഗനൈസേഷനിൽ വേറെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്തോ സ്റ്റക്കായി കിടക്കും. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് സെയിൽ ഓർഡർ കാര്യങ്ങൾ എടുക്കുക, കറക്റ്റ് സമയത്ത് ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുക, അതേമാതിരി അതിൻ്റെ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, പ്ലസ് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് കൂടിയും ചെയ്യാം. ആഫ്റ്റർ സെയിൽസും സർവീസും ഓർഡർ ഷെഡ്യൂൾ ചെയ്യുന്നതും ഡിലേ വരുത്താതെ കറക്റ്റ് സമയത്ത് ആ ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് ERP. നെക്സ്റ്റ് ERP ആണ് ഫൈനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് മൊഡ്യൂൾ. നമുക്കറിയാം ഇത് മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് ചാർട്ട്
അതായത് അക്കൗണ്ടിങ് പ്രോസസ്സ് വളരെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ERP മൊഡ്യൂളിൻ്റെ മേജറായിട്ടുള്ള ഫംഗ്ഷൻ. അതിലായത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, ജേർണൽ എൻട്രീസ്, സെയിൽസ്, പർച്ചേസ് റെസിപ്റ്റ്, ഈ ബില്ലൊക്കെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ആ മൊഡ്യൂളിൽ നമ്മൾ ജസ്റ്റ് വാല്യൂ മാത്രം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ എവിടെയൊക്കെയാണോ പോസ്റ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് കറക്റ്റ് ഇൻവോയ്സും ബില്ലും കാര്യങ്ങളും ഡേറ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഡാറ്റ റിഡൻഡൻസി, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ ബെനിഫിറ്റുകൾ ഇതിനുണ്ടാവും. നെക്സ്റ്റ് വരുന്ന HR മൊഡ്യൂൾ. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ERP ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈം, എക്സ്ട്രാ ടൈം, സാലറി ഡീറ്റെയിൽസ്, അറ്റൻഡൻസ്, ലീവ് കാര്യങ്ങൾ ഇതെല്ലാം സോഫ്റ്റ്വെയർ വ്യക്തമായിട്ട് നോട്ട് ചെയ്യും. അങ്ങനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവർക്ക് സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും. അതുപോലെ എംപ്ലോയീസിനുള്ള ഇൻകം ടാക്സ്, ചില കൺട്രീസിലൊക്കെ സാലറിൻ്റെ ഒപ്പം എംപ്ലോയി സാലറി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടാൻ കമ്പനിനെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഉള്ളൊരു സോഫ്റ്റ്വെയറാണ് HR മൊഡ്യൂൾ. നെക്സ്റ്റ് മൊഡ്യൂളാണ് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ, CRM. കസ്റ്റമർ റിലേഷൻ ഇല്ലെങ്കിൽ സെയിൽസ് നന്നായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ കസ്റ്റമർ റിലേഷന് മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ വരില്ല. അതുകൊണ്ട് കസ്റ്റമേഴ്സിനായിട്ടുള്ള, അതായത് മെയിനായിട്ട് ഈ റിലേഷൻ എവിടെ ആവശ്യമുണ്ടെങ്കിൽ ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസ്, അതായത് നമ്മൾ സെയിലോ സർവീസോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള കസ്റ്റമർ റിലേഷൻ ഏറ്റവും കൂടുതൽ വേണ്ടത്. അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ട് എൻക്വയറി വരുന്ന സമയത്ത് കസ്റ്റമറായിട്ട് നല്ല റിലേഷൻ നന്നായിട്ട് കൊണ്ടുപോകാം. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ HP എന്നുള്ള കമ്പനിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഹോലറ്റ് പാർക്കർ എന്നുള്ള കമ്പനി അത് കണ്ടുപിടിച്ചത് ബിൽ ഹോലറ്റാണ് ആൻഡ് ഡേവ് പാർക്കറ്റ്. ഇവർ രണ്ടുപേരും കൂടിയാണ് HP എന്നുള്ള കമ്പനി ഓൺ ചെയ്തിട്ടുള്ളത്, അവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അവരൊരു ഫേമസ് കോട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ, യുവർ മോസ്റ്റ് അൺഹാപ്പി കസ്റ്റമർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ലേണിംഗ്. കസ്റ്റമർ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അൺഹാപ്പി ആയിട്ടുള്ള കസ്റ്റമർ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ റിലേഷൻ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, SCM. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ മാനേജ് ദ ഫ്ലോ ഓഫ് ദി പ്രൊഡക്റ്റ് ഐറ്റം മാനുഫാക്ചർ ടു കൺസ്യൂമർ. മാനുഫാക്ചറിൽ നിന്ന് കൺസ്യൂമർ അടുത്തേക്ക് പോകുന്ന ആ വഴിയിലുള്ള എല്ലാ ആൾക്കാരും കറക്റ്റായിട്ട് എന്താ പറയുക, അവർ ഓരോ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവരവരുടെ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്യുക. സെയിൽസ് റിട്ടേൺ കാര്യങ്ങളും എല്ലാം ചെയ്യുക. ആ സപ്ലൈ ചെയിനിലുള്ള ഓരോ ഫാക്ടേഴ്സിനെയും കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ ഈ മൊഡ്യൂൾ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കമ്പനിയിൽ എങ്ങനെയൊക്കെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ERP സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും കമ്പനിയിൽ. ആ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ ഓരോ മൊഡ്യൂളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്ലസ് അതോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെല്ലാവരും ഒത്തിണക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 രീതിയിലാണ് ഒരു കമ്പനിയിൽ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ERP നമ്മൾ കമ്പനിയിൽ നടത്തിക്കുന്നത്, അതായത് അതിൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് എന്തിനാണ് ഇങ്ങനെ 3 മൊഡ്യൂൾ എന്നുണ്ടെങ്കിൽ, ചില സ്ഥലങ്ങളിൽ അതായത് ഈ ERP എന്നുള്ള മൊഡ്യൂൾ ഒരു കമ്പനിയിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റയർ കമ്പനിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫുള്ളി ഫങ്ഷനായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മുതൽ 3 വർഷം വരെയൊക്കെ സമയം പിടിക്കും. മാസങ്ങളോളം കഴിയും ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതോട് കൂടിയിട്ട് ഒരു ERP സോഫ്റ്റ്വെയർ വാങ്ങിയതിനേക്കാളും എക്സ്പെൻസാണ് സത്യത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് 3 രീതിയിലുള്ള കോമൺ ഉപയോഗിക്കുന്ന 3 മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തെ ബിഗ് ബാങ് എന്ന് പറയും. ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സുപ്രഭാതത്തിൽ നമ്മളൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഇന്ന് ഓഫീസ് വിട്ട് പോയി, നാളെ നമ്മൾ ഓഫീസിൽ വരുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെ മുന്നിൽ പറയണേ, ഇന്ന് മുതൽ നമ്മളെ കമ്പനിയിൽ ഇതുവരെ ഉപയോഗിച്ച സിസ്റ്റമല്ല, ഇന്ന് മുതൽ ഒരു പുതിയ സിസ്റ്റമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ആ ഒരു സിസ്റ്റം, പുതിയൊരു ERP നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതായത് ഒറ്റയടിക്ക് എല്ലാ കമ്പനിയിലും എല്ലാ സിസ്റ്റം മാറ്റിയിട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാം. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സിസ്റ്റമാണത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ
ചില ആൾക്കാർ നമ്മൾ ഈ ഹ്യൂമണ് ഏറ്റവും ഇതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് പറയുന്നൊരു ഫാക്ടറാണ് ടെൻഡൻസി ടു റെസിസ്റ്റ്, അല്ലെങ്കിൽ റെസിസ്റ്റ് ദ ചേഞ്ച് എന്ന് പറയാം. നമ്മൾ ചേഞ്ചസ് വരുമ്പോൾ മനുഷ്യനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമാകുമ്പോൾ ഒരു കമ്പനിയിൽ ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് സോഫ്റ്റ്വെയർ സിസ്റ്റം മാറ്റുന്ന സമയത്ത് ചിലവർ നല്ല ഹാൻഡിലായിട്ടുള്ള നല്ല ക്യാപ്പബിളായിട്ടുള്ള സ്റ്റാഫോ, നമ്മൾ പോസിറ്റീവ് സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യാപ്പബിളായിട്ടുള്ള സ്റ്റാഫാണ്, നല്ല മാനേജ്മെൻറ്റാണ്, അങ്ങനെയാണെന്ന് അവർക്കത് ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ ഈ ബിഗ് ബാങ് പ്രോസസ്സ് നടത്താൻ പറ്റും. ഓക്കെ, എൻ്റെ കമ്പനീൻ്റെ സിസ്റ്റം ഒറ്റയടിക്ക് എന്താണ് ചേഞ്ചസ് വരുത്തുകയാണ്. ആ സിസ്റ്റത്തിനെ പറയുന്ന പേരാണെന്ത്, ദ ബിഗ് ബാങ്. ഇനി രണ്ടാമത്തെ സിസ്റ്റമാണ് മൊഡ്യൂളാർ ഇംപ്ലിമെൻറ്റേഷൻ. മൊഡ്യൂളാർ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാക്കിൽ നിന്ന് മൊഡ്യൂളാർ ഇംപ്ലിമെൻറ്റേഷൻ. ഓരോ മൊഡ്യൂളായിട്ട് ഒരു കമ്പനിയിലെ ഒരു ടൈമിൽ വന്നിട്ട് HR ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് മാറ്റം വരുത്തുക. അത് കഴിഞ്ഞ് HR ഒക്കെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് പോവാം. ഓരോ കമ്പനിയിൽ മൊഡ്യൂളുമായിട്ട് ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൊഡ്യൂളാർ. എന്നാൽ മൂന്നാമത്തെ ഒന്നുണ്ട് പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓർ സ്ലാം ഡങ്ക് എന്ന് പറയാം. അതായത് ദിസ് മെത്തേഡ് ഇസ് ഇംപ്ലിമെൻറ്റഡ് ERP ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ദ വൺ ഓർ ഫ്യൂ ക്രിട്ടിക്കൽ ബിസിനസ് പ്രോസസ് ഇൻവോൾവ് ദ ഫ്യൂ ബിസിനസ് യൂണിറ്റ്സ്. വളരെ സിമ്പിളാണ്. ഈ സിസ്റ്റത്തിൽ എന്താ പറഞ്ഞത്, പ്രോസസ് ഓറിയൻറ്റഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ 2-3 ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയടിക്ക് 2-3 ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നിച്ചുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. എന്നിട്ട് അതെങ്ങനെ ഫങ്ഷനായിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ നന്നായിട്ട് നടക്കുന്നുണ്ടോ നോക്കിയിട്ട് മെല്ലെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടി പോകും. ഈ പറഞ്ഞ 2 കുഴപ്പമില്ല. മൊഡ്യൂളാറും അതേമാതിരി പ്രോസസ് ഓറിയൻറ്റഡും സാധാരണ രീതിയിൽ വലിയ രീതിയിലുള്ള കമ്പനിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൊഡ്യൂളാർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERP ആണ്. ആദ്യം പറഞ്ഞിട്ടുള്ള ബിഗ് ബാങ്ക് അത്രയും ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരേ സമയം തന്നെ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാനും ഉള്ള കപ്പാസിറ്റി ഉള്ള കമ്പനികളിലാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ബിഗ് ബാങ്ക് ഓക്കെയാണ്. ഈ 3 രീതിയിലാണ് ഒരു ERP സിസ്റ്റം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസസ് ഇൻ ERP ഇംപ്ലിമെൻറ്റേഷൻ. ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫേസസ് നമ്മൾ പറയാം. നമ്മളൊരു സാധനം എല്ലാവരും പറയും, ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടാവും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ അതിൻ്റെ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിൽ ബെസ്റ്റ് കോഴ്സ് ഓഫ് സൊല്യൂഷൻ ഏതാണെന്ന് എടുത്തിട്ട് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ നടത്തും. ഇത് നമ്മൾ എല്ലാ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പ്രോസസ്സിലും ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ നമ്മൾ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്തും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസാണ്. നമ്മളെ കമ്പനീൻ്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ കമ്പനീൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ERP ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ കമ്പനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എത്ര സമയം കൊണ്ട് നമ്മൾ ERP കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകൾ കമ്പനി ഉണ്ടാവുക, ഈ വക കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസാണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാണ് പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസ്. അതിനുശേഷം പ്രീ ഇവാലുവേറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളെ കമ്പനിയിൽ അങ്ങനെ ഒരു സാധനം ERP കൊണ്ടുവന്നാൽ അതിൽ എത്ര ERP വെൻഡേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും എത്രയാണ് ചാർജ് വരുന്നത്, പിന്നെ അങ്ങനെ അതിൽ ഏറ്റവും നല്ല ERP ഏതാണ്, നല്ല ERP നമ്മളെ കമ്പനിക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ് പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ. അതിന് ശേഷം പാക്കേജ് ഇവാലുവേഷൻ. ഓരോ കമ്പനിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ടു മേക്ക് ദ പ്രോപ്പർ ഇവാലുവേഷൻ പാക്കേജ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ERP വെൻഡേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൊട്ടേഷൻ കൊടുത്ത് സ്വീകരിച്ചിട്ട് അവരവരുടെ പ്രത്യേകതകളും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയവും അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, അതെങ്ങനെയാണ് അതിൻ്റെ മെയിൻ്റനൻസ്, അതല്ലെങ്കിൽ ഇവർ മുൻകൂട്ടി വേറെ എവിടെയെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ സക്സസ് ഫെയിലിയർ, ഈ വക കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. ആ ഒരു കമ്പനീനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയാണ് പാക്കേജ് ഇവാലുവേഷൻ. ഇതാണ് മൂന്നാമത്തെ ഫേസ്. നാലാമത്തെ ഗ്യാപ്പ് അനാലിസിസ്. നമ്മളൊരു ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഓർഗനൈസേഷൻ അതിലേക്ക് എത്താൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് ആ സമയത്ത് കമ്പനിയിലെ വർക്ക് ഐഡിയലായിരിക്കും, വർക്ക് മര്യാദക്ക് നടക്കില്ല.
ആ സമയത്ത് കമ്പനിയിൽ അത് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ആ കോസ്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും മിക്കവാറും ചില ERP കമ്പനികൾ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ERP സിസ്റ്റം പോലും 80% മാത്രമാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. ബാക്കി 20% എന്നാലും എംപ്ലോയീൻ്റെ ഇടയിൽ ഇത് അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് എത്രയുണ്ട്, അതിൽ എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ERP എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ആ ബിഗ് ബാങ് ഓക്കെ, അതല്ലാത്ത വേറെ എല്ലാ മെത്തേഡിലും ഓൾമോസ്റ്റ് 1 വർഷം മുതൽ 3 വർഷം വരെ ERP ടോട്ടലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമ്മളെ കമ്പനിയിൽ ഒരുപാട് ഗ്യാപ്സ് കാര്യങ്ങൾ വരും. കമ്പനീൻ്റെ ഓവറോൾ വർക്കിംഗ് തന്നെ അതിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രൊഡക്ഷനിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. അത് ഒരുപാട് എൻ്റെ ഓർഗനൈസേഷനിൽ തന്നെ അതെന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നാലാമത്തേത്. നെക്സ്റ്റ് വരുന്നത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് അതായത് ഒരു വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ റിക്വസിറ്റ്സ് ഗോയിങ് ഹെഡ് ദ പവർഫുൾ പ്ലാനിങ് ടൂൾ. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ടൂളാണിത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിന് മുൻകൂട്ടി കണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിലേക്ക് വേണ്ടി വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് BPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ മാക്സിമം എത്രത്തോളം ഹ്യൂമൻ എഫേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ അതിന് മെയിൻ്റനൻസ് കാര്യങ്ങൾ എത്രത്തോളം ആൾക്കാർ അതിൽ വേണ്ടി വരും, കോസ്റ്റ് കാര്യം, ഇതൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്യുക. അത് 5ാമത്തെ സ്റ്റെപ്പാണ്. 6ാമത്തെ ഇൻസ്റ്റലേഷൻ ആൻഡ് കോൺഫിഗറേഷൻ. അതൊക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ ERP സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഫേസാണ് ERPയിൽ ഈ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യും, അതിനെ കോൺഫിഗർ ചെയ്യുകയും ചെയ്യും. നമുക്കതിനെ വർക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതതിൻ്റെ കറക്റ്റ് മെത്തേഡിൽ നമ്മളതിനെ ERP സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യും, കോൺഫിഗർ ചെയ്യും. അതിൻ്റെ ശേഷം പ്രൊജക്റ്റ് ടീം ട്രെയിനിങ്. ഒരു ടീം ഉണ്ടാവും, അതായത് ഇത് എൻ്റെ ഓർഗനൈസേഷനിലെ ടീമല്ല, ഒരു ആ ERP സിസ്റ്റത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവർക്കുള്ള ട്രെയിനിങ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് സ്റ്റാഫിന് എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കും. അതായത് എത്രത്തോളം ഇത് എഫക്റ്റീവാണ്, എങ്ങനെയാണ് ഇത് എംപ്ലോയി ഹാൻഡിൽ ചെയ്യേണ്ടത്. എംപ്ലോയിക്കുള്ള ട്രെയിനിങ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇത് മേജർ സ്റ്റാഫുകൾക്കാണ്. സ്റ്റാഫും ഉണ്ടാവും, അതേമാതിരി ERPൻ്റെ ആൾക്കാരും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഈ ട്രെയിനിങ് നടത്തുക. അത് കഴിഞ്ഞിട്ട് സിസ്റ്റം ടെസ്റ്റിംഗ്. അങ്ങനെ ERP ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തും. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഗോ ലൈവ്. അതോട് കൂടിയിട്ട് അതിനെന്ത് ചെയ്യും, ലൈവായിട്ട് വിടും. കമ്പനിയിൽ കംപ്ലീറ്റ് ആയിട്ട് അതിനെ കോൺഫിഗർ ചെയ്തിട്ട് അത് വഴിയാവും ബാക്കിയുള്ള ഉപയോഗവും കാര്യങ്ങളെല്ലാം. ഇനി എന്തെങ്കിലും അപ്ഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഗ്സോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും ERP വെൻഡേഴ്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് എൻഡ് യൂസർ ട്രെയിനിങ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് എൻഡ് യൂസർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താഴെ, അതായത് ആരാണോ ഈ ERP സിസ്റ്റം ഉപയോഗിക്കുന്നത്, റിയലായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കുള്ള ട്രെയിനിങ് ഫെസിലിറ്റി കൊടുക്കും. അതേപോലെ അവരെ നമ്മളെ കമ്പനിയിൽ പുതിയ സിസ്റ്റം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സപ്ലയേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട മൊഡ്യൂളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇതിനെ പറ്റിയിട്ട് ഐഡിയ കൊടുക്കും. അപ്പോൾ അതാണ് 10ാമത്തെ സ്റ്റെപ്പ്. ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് ഉണ്ട്. പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടാൽ എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മളുള്ള ERPനെ നമുക്ക് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആക്കാം. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടാണ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് വരുന്നത്. ഇത്രയാണ് ഒരു ERPൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഈ മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് 4ാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ചലഞ്ചസ് എന്തൊക്കെയാണ്. ഒന്ന്, റാപ്പിഡ് ഇംപ്ലിമെൻറ്റേഷൻ. നമുക്കറിയാം, ഒരു സാധനം പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെക്നിക്കലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതാണ് റാപ്പിഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രശ്നം. കോംപ്ലക്സ് ഇൻ ഓപ്പറേഷൻ. എൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനിൽ പ്രശ്നങ്ങൾ സംഭവിക്കാം. ഓവർ റൺ ബഡ്ജറ്റ്. ഈ പറഞ്ഞിട്ടുള്ള കാലാവധിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ബഡ്ജറ്റ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ലാക്ക് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ട്രെയിനിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് ആ ഒരു ERP സിസ്റ്റം ഫെയിൽ ആവാൻ, മര്യാദക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. ലാക്ക് ഓഫ് പ്രോപ്പർ റിക്വയർമെൻറ്റ് അനാലിസിസ്.
നമ്മളെ കമ്പനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ മര്യാദക്ക് അനലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷന് ഇന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ERPയിൽ പ്രശ്നം വരും. പിന്നെ വരുന്നത് ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം സീനിയർ മാനേജ്മെൻറ്റ്. ചില സീനിയർ മാനേജ്മെൻറ്റ് ഉണ്ടാവും, അവർക്ക് ഇതിനെപ്പറ്റി വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവർ ഇപ്പോൾ പറയുന്ന പോലെ അവർ ഡിസിഷൻസ് എടുക്കുന്നു, അത് നേരെ മറ്റുള്ളവർക്കാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആ ലെവലിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് സീനിയർ മാനേജ്മെൻറ്റ് ERPനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഈ ERPയും അതുപോലത്തെ പുതിയ സോഫ്റ്റ്വെയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക യങ്ങസ്റ്റ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സും അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പുതിയതായിട്ട് യങ്ങസ്റ്റ് ആയിട്ടുള്ള MD കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ഈ പുതിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതുകൊണ്ട് മുകളിലത്തെ ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചില സമയത്ത് അതിൻ്റെ ക്യാപ്പബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, കോസ്റ്റ് കൂടുതലാണ്, ഇൻഅഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ചില കമ്പനിയിൽ അത്രയും വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറോ കാര്യങ്ങളോ ഉണ്ടാവില്ല ERP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാത്രമേ. പിന്നെ അതേമാതിരി ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസ്, മനുഷ്യന് കുറേ പ്രശ്നമുണ്ട്. അതായത് കോംപ്ലക്സ്, പിന്നെ പുതിയ കാര്യം പഠിക്കണം എന്നുള്ള മടി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റ് ടു ചേഞ്ചിനെ നമ്മൾ ഓർഗനൈസേഷൻ്റെ കൾച്ചറാകെ മാറും, എൻ്റെ നമ്മളൊരു ഇപ്പോഴുള്ള ഫ്രീഡം കിട്ടൂല, അതൊക്കെ കരുതിയിട്ട് ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസ് ഒരുപാടുണ്ട്. പിന്നെ ERP ഫെയിലാവാൻ സാധ്യത എന്താണെന്നുണ്ടെങ്കിൽ പുവർ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് മര്യാദക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തും ERP ഫെയിലാവും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ആകെ ഡിസ്കസ് ചെയ്തത്. ERP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ്. കമ്പനിയിലുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വർക്ക് ചെയ്യുന്ന വ്യത്യസ്ത മൊഡ്യൂളുകൾ പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് അവർ ആ മൊഡ്യൂളിൽ വർക്ക് ചെയ്യും. പ്ലസ് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, എൻ്റയർ ഓർഗനൈസേഷൻ മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് ERP. ഇന്ന് നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്തത് മേജറായിട്ടുള്ള ERP വെൻഡേഴ്സ്, സാപ്പ്, ഒറാക്കിൾ, പീപ്പിൾ സോഫ്റ്റ്, അങ്ങനത്തെ സോഫ്റ്റ്വെയർ 5 കമ്പനിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് ശേഷം ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് അതുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ പറഞ്ഞു ERP ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഇതോട് കൂടിയിട്ട് നമ്മളെ 4 മൊഡ്യൂൾ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ചെറിയൊരു മൊഡ്യൂളും കൂടി ഉണ്ട്. അതോട് കൂടിയിട്ട് നമ്മളെ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ഈ BIS എന്ന ടോപ്പിക്ക് നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.